പശ്ചിമ ബംഗാളിന്റെ രാഷ്ട്രീയ മണ്ണിൽ നിന്നും ഇന്ത്യൻ ആരോഗ്യരംഗത്തിന്റെ ചരിത്രത്തിൽ നിന്നും ഒരു പുതിയ അധ്യായം കുറിക്കപ്പെടുന്ന ഈ നിമിഷത്തിൽ ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരു ജനതയ്ക്ക് അവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഇത്രയും കാലം നിഷേധിക്കപ്പെട്ടത്? എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ രാജ്യത്തെ കോടിക്കണക്കിന് സാധാരണക്കാർക്കായി നടപ്പിലാക്കിയ സൗജന്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഒരു സംസ്ഥാനത്ത് മാത്രം അന്യമായി നിന്നത്? രാഷ്ട്രീയ പകപോക്കലുകൾക്ക് മുന്നിൽ മനുഷ്യജീവനുകൾക്ക് എന്ത് വിലയാണ് ഇവിടെ കൽപ്പിക്കപ്പെട്ടിരുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ശക്തമായ മറുപടിയാണ് ഇന്ന് ബംഗാളിൽ നിന്നും നമ്മൾ കേൾക്കുന്നത്. കാലങ്ങളായി ബംഗാൾ ജനത അനുഭവിച്ച ക്രൂരമായ അവഗണനയുടെയും രാഷ്ട്രീയ കൺകെട്ടുകളുടെയും കഥകൾക്ക് വിരാമമിട്ടുകൊണ്ട് അവിടെ സമാധാനത്തിന്റെയും വികസനത്തിന്റെയും ഒരു പുതിയ പുലരി ജനിക്കുകയാണ്. ഇത്രയും കാലം എന്താണ് പശ്ചിമ ബംഗാളിൽ സംഭവിച്ചത്? മമതാ ബാനർജി അവിടെ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഇപ്പോൾ അവിടെ എന്ത് മാറ്റമാണ് വന്നിരിക്കുന്നത്? ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നത്. വർഷങ്ങളായി പശ്ചിമ ബംഗാൾ ഭരിച്ചിരുന്ന തൃണമൂൽ കോൺഗ്രസ് സർക്കാരും അതിന്റെ മുഖ്യമന്ത്രിയായിരുന്ന മമതാ ബാനർജിയും കാണിച്ച രാഷ്ട്രീയ ദുർവാശിയുടെ ഏറ്റവും വലിയ ഇരകൾ അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളായിരുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഇതിൽ നമ്മൾ ആദ്യം കാണേണ്ടത്. നരേന്ദ്രമോദി സർക്കാർ ഭാരതത്തിലെ ഓരോ പാവപ്പെട്ടവന്റെയും കണ്ണീരൊപ്പാൻ വേണ്ടി അവർക്ക് രോഗബാധയുണ്ടാകുമ്പോൾ ചികിത്സയ്ക്കായി കൈനീട്ടേണ്ടി വരരുത് എന്ന് കരുതി കൊണ്ടുവന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. എന്നാൽ ഈ പദ്ധതി ബംഗാളിലെ ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ മമതാ സർക്കാർ ബോധപൂർവം തടസ്സങ്ങൾ സൃഷ്ടിച്ചു. കേന്ദ്രത്തിന്റെ പദ്ധതികൾ സ്വന്തം സംസ്ഥാനത്ത് നടപ്പിലാക്കിയാൽ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കും ലഭിക്കുമെന്ന കടുത്ത രാഷ്ട്രീയ ഭയമായിരുന്നു അതിനു പിന്നിൽ. ഒരു ജനതയുടെ ആരോഗ്യത്തെക്കാളും ജീവനേക്കാളും വലുത് സ്വന്തം രാഷ്ട്രീയ ലാഭമാണെന്ന് ചിന്തിച്ച ഒരു ഭരണകൂടമായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇവിടെയാണ് മമതാ സർക്കാരിന്റെ മറ്റൊരു സ്ഥിരം തന്ത്രം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കേന്ദ്ര സർക്കാർ രാജ്യത്തിന്റെ സമഗ്ര പുരോഗതിക്കായി കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് നടപ്പിലാക്കുന്ന ജനക്ഷേമ പദ്ധതികളുടെ പേര് മാറ്റി അതിന്മേൽ സ്വന്തം സ്റ്റിക്കർ ഒട്ടിച്ച് ഇത് തങ്ങളുടെ പദ്ധതിയാണെന്ന് വരുത്തി തീർക്കുക എന്നതായിരുന്നു ബംഗാളിലെ മുൻ സർക്കാരിന്റെ സ്ഥിരം പതിവ്. കേന്ദ്രത്തിന്റെ പ്രധാനമന്ത്രി ആവാസ് യോജനയെ ബംഗ്ലാവാടി എന്നും സ്വച്ഛ് ഭാരത് മിഷനെ നിർമ്മൽ ബംഗ്ല എന്നും പേര് മാറ്റി ജനങ്ങളെ പറ്റിച്ച ചരിത്രമാണ് അവർക്കുള്ളത്. എന്നാൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ കാര്യത്തിൽ അവർക്ക് പൂർണ്ണമായും സ്റ്റിക്കർ ഒട്ടിപ്പ് രാഷ്ട്രീയം കളിക്കാൻ കഴിഞ്ഞില്ല. കാരണം അതിന്റെ ആനുകൂല്യങ്ങളും സുതാര്യതയും നേരിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് രാഷ്ട്രീയമായി മേൽക്കൈ കിട്ടില്ലെന്ന് കണ്ടപ്പോൾ ആ പദ്ധതിയെ ബംഗാളിൽ പാടെ നിരോധിക്കുകയാണ് മമത ചെയ്തത്. ഇതിലൂടെ ബംഗാളിലെ 6 കോടിയോളം വരുന്ന സാധാരണ ജനങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന സൗജന്യ ചികിത്സാ സഹായമാണ് വർഷങ്ങളോളം നിഷേധിക്കപ്പെട്ടത്. രോഗാവസ്ഥയിൽ കിടന്ന പാവപ്പെട്ട ജനതയോട് മുൻ സർക്കാർ ചെയ്ത ഏറ്റവും വലിയ ദ്രോഹമായിരുന്നു ഇത്. എന്നാൽ ഇന്ന് കാലം മാറിയിരിക്കുന്നു. ബംഗാളിന്റെ രാഷ്ട്രീയ ചിത്രം മാറിയിരിക്കുന്നു. ജനവിരുദ്ധ ഭരണത്തിന് അന്ത്യം കുറിച്ച് BJP അവിടെ അധികാരത്തിൽ വരികയും സുവേന്ദു അധികാരി ബംഗാളിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്തതോടെ മാറ്റത്തിന്റെ കൊടുങ്കാറ്റാണ് വീശിയടിക്കുന്നത്. കാലങ്ങളായി അടക്കിവെച്ച ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ വിജയം കൂടിയാണിത്. അധികാരത്തിൽ വന്നയുടൻ തന്നെ മമതാ സർക്കാർ ജനങ്ങൾക്ക് നിഷേധിച്ച ആയുഷ്മാൻ ഭാരത് പദ്ധതി ബംഗാളിൽ പൂർണ്ണ ശക്തിയോടെ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് കേവലം ഒരു പ്രഖ്യാപനമല്ല, മറിച്ച് ബംഗാളിലെ ജനങ്ങളോട് മുൻ സർക്കാർ ചെയ്ത അനീതിക്കുള്ള ശക്തമായ തിരുത്തലാണ്. വരാനിരിക്കുന്ന ജൂലൈ മാസം മുതൽ ബംഗാളിലെ കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് കാർഡുകൾ എത്തിച്ചേരും. നീണ്ട 7 വർഷത്തെ ഇരുണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ബംഗാൾ എന്ന പുണ്യഭൂമി കേന്ദ്രത്തിന്റെ മഹാപദ്ധതിയിലേക്ക് തിരികെ വരുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഈ വലിയ മാറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ദീർഘവീക്ഷണത്തെയും വികസന രാഷ്ട്രീയത്തെയും നമ്മൾ അഭിനന്ദിച്ചേ മതിയാകും. രാഷ്ട്രീയമായി തന്നെ നിരന്തരം വേട്ടയാടാൻ നോക്കിയ ഒരു ഭരണകൂടം നിന്നിരുന്ന സംസ്ഥാനമായിട്ട് കൂടി ബംഗാളിലെ ജനങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കലും കൈവിട്ടിരുന്നില്ല. ബംഗാളിന്റെ പൊതുജനാരോഗ്യ മേഖലയെ പൂർണ്ണമായും പുനരുജ്ജീവിപ്പിക്കുകയായിരുന്നു ഈ സാമ്പത്തിക വർഷത്തിൽ മാത്രം 3000 കോടി രൂപയുടെ ഭീമമായ പാക്കേജാണ് മോദി സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ 500 കോടി രൂപ ഇതിനകം തന്നെ സംസ്ഥാനത്തിന് കൈമാറിക്കഴിഞ്ഞു. ഇത് കാണിക്കുന്നത് രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറം ജനങ്ങളുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന BJP സർക്കാരിന്റെ നിശ്ചയദാർഢ്യമാണ്. മുൻ സർക്കാർ തകർത്ത് തരിപ്പണമാക്കിയ ബംഗാളിലെ ആരോഗ്യ രംഗത്തെ കെട്ടിപ്പടുക്കാൻ കേന്ദ്രവും സംസ്ഥാനവും ഒറ്റക്കെട്ടായി നീങ്ങുന്ന കാഴ്ചയാണിത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ
ബംഗാൾ ജനതയ്ക്ക് നൽകുന്ന ഉറപ്പുകൾ വളരെ വലുതാണ്. ബംഗാളിൽ ജീവിക്കുന്നവർക്ക് മാത്രമല്ല, തൊഴിൽ തേടി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറിയ ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്കും രാജ്യത്തെ എവിടെ വെച്ചും സൗജന്യ ചികിത്സ ഉറപ്പാക്കാൻ ഇതിലൂടെ സാധിക്കും. സ്വന്തം നാട്ടിൽ മാത്രമല്ല, അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോഴും അവർക്ക് താങ്ങായി ഇനി ഈ ഹെൽത്ത് കാർഡുകൾ കൂടെ ഉണ്ടാവും. ഇതിനു പുറമെ വലിയൊരു ആരോഗ്യ പാക്കേജിന്റെ ഭാഗമായി 7 ലക്ഷത്തിലധികം വാക്സിൻ ഡോസുകളാണ് കേന്ദ്രം ബംഗാളിലേക്ക് എത്തിക്കുന്നത്. കൊൽക്കത്തയിലെ ആശുപത്രിയിൽ നിന്നും മെയ് 30 ആരംഭിക്കുന്ന ഈ വലിയ ജനക്ഷേമ ക്യാമ്പയിൻ ബംഗാളിന്റെ ആരോഗ്യ ചരിത്രത്തിലെ പുതിയൊരു നാഴികക്കല്ലാവും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ തിരിച്ചറിയേണ്ടത് ഒന്നേയുള്ളൂ: വികസനത്തെയും ജനക്ഷേമത്തെയും സ്വന്തം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി തടഞ്ഞു നിർത്തിയ അഹങ്കാരത്തിന്റെ ഭരണത്തിനാണ് ബംഗാൾ ജനത അന്ത്യം കുറിച്ചത്. സ്റ്റിക്കർ ഒട്ടിപ്പ് രാഷ്ട്രീയത്തിലൂടെയും കേന്ദ്രവിരുദ്ധ വികാരത്തിലൂടെയും ജനങ്ങളെ പട്ടിണിക്കിട്ട മമതാ ബാനർജിയുടെ നയങ്ങൾക്കുള്ള ശക്തമായ തിരിച്ചടിയാണിത്. നരേന്ദ്രമോദി എന്ന ജനപ്രിയ നായകന്റെ വികസന കാഴ്ചപ്പാടുകളും സുവേന്ദു അധികാരി എന്ന ജനകീയ നേതാവിന്റെ ശക്തമായ ഭരണാധികാരവും ഒന്നിക്കുമ്പോൾ പശ്ചിമ ബംഗാൾ അതിന്റെ നഷ്ടപ്പെട്ട പ്രതാപത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. കാലങ്ങളായി ആക്രമ രാഷ്ട്രീയത്തിന്റെയും അഴിമതിയുടെയും നിഴലിലായിരുന്ന ബംഗാൾ ജനത അങ്ങനെ വർഷങ്ങൾക്കൊടുവിൽ വികസനത്തിന്റെയും സമാധാനത്തിന്റെയും യഥാർത്ഥ പാതയിലേക്ക് ശക്തമായി തിരിച്ചെത്തിയിരിക്കുന്നു. അവിടുത്തെ സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് അവിടുത്തെ സാധാരണക്കാരോട് ചോദിച്ചാൽ അറിയാം. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ, ആവശ്യത്തിന് മരുന്നുകളോ ഡോക്ടർമാരോ ഇല്ലാതെ തകർന്ന് തരിപ്പണമായ ഒരു ആരോഗ്യ രംഗമാണ് മമതാ ബാനർജി ബംഗാളിൽ ബാക്കി വെച്ചത്. ആ കാർഡും പിടിച്ച് സ്വകാര്യ ആശുപത്രികളിൽ ചെന്നാൽ അവർ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പദ്ധതി വെറും ഒരു അക്കൗണ്ട് പുസ്തകത്തിൽ മാത്രം ഒതുങ്ങി നിന്നു. എന്നാൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതി അങ്ങനെയല്ല. അത് ഭാരതത്തിലെ ഏറ്റവും മികച്ചതും അത്യാധുനിക സൗകര്യങ്ങളുള്ളതുമായ ഏത് കോർപ്പറേറ്റ് ആശുപത്രിയിലും പാവപ്പെട്ടവന് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന ഒന്നാണ്. ഒരു വർഷം 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ പൂർണ്ണമായും സൗജന്യമായി ലഭിക്കുന്ന ഈ പദ്ധതിയുടെ സുതാര്യതയാണ് മമതയെ ഭയപ്പെടുത്തിയത്. ഇത് കേവലം ഒരു കാർഡ് വിതരണമല്ല, മറിച്ച് ബംഗാളിലെ പാവപ്പെട്ടവന് ഇനി അന്തസ്സോടെ ജീവിക്കാനും രോഗം വരുമ്പോൾ മികച്ച ചികിത്സ നേടാനുമുള്ള അവകാശത്തിന്റെ പ്രഖ്യാപനമാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് ബംഗാളിലെ അന്യസംസ്ഥാന തൊഴിലാളികളെ കുറിച്ചാണ്. കാലങ്ങളായി തുടരുന്ന മോശം ഭരണം കാരണം വ്യവസായങ്ങളോ തൊഴിലവസരങ്ങളോ ഇല്ലാത്തതുകൊണ്ട് ബംഗാളിലെ ലക്ഷക്കണക്കിന് യുവാക്കളാണ് കേരളം ഉൾപ്പെടെയുള്ള അന്യ സംസ്ഥാനങ്ങളിലേക്ക് തൊഴിൽ തേടി കുടിയേറുന്നത്. അവർക്ക് മറ്റു നാട്ടിൽ വെച്ച് ഒരു രോഗം വന്നാൽ അല്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ചാൽ മമതയുടെ സ്വാസ്ഥ്യ സതി കാർഡ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടായിരുന്നോ? ഒരു പ്രയോജനവും ഇല്ലായിരുന്നു. അവർ അവിടേക്ക് ഇടുന്ന് നരകിക്കുകയായിരുന്നു. എന്നാൽ ഇനി ആ അവസ്ഥ മാറുകയാണ്. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പ്രഖ്യാപിച്ചതുപോലെ പുതിയ തീരുമാനപ്രകാരം ആയുഷ്മാൻ ഭാരത് കാർഡ് കൈവശമുള്ള ഒരു തൊഴിലാളിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് വെച്ചും ഏത് വൻകിട ആശുപത്രിയിൽ വെച്ചും സൗജന്യമായി ചികിത്സ തേടാം. നോക്കൂ, സ്വന്തം നാട്ടിൽ ഭരിക്കുമ്പോൾ ജനങ്ങളെ മറന്ന മമതയുടെ രാഷ്ട്രീയത്തിന് അധികാരമേറ്റ് ദിവസങ്ങൾക്കുള്ളിൽ സുവേന്ദു അധികാരി നൽകിയ മാസ് മറുപടിയാണിത്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.